ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2026 ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്ത എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമാണ്. നിങ്ങൾ ഒരു പക്ഷേ എന്താണ് 3 തരത്തിലുള്ള ചാൻസ് ആണുള്ളത്. 1 എഞ്ചിനീയറിംഗ്, 2 ഫാർമസി, അതല്ല എങ്കിൽ ആർക്കിടെക്ചർ ഓർ മെഡിക്കൽ അലയൻസ് കോഴ്സുകൾക്കായിരിക്കും നിങ്ങൾ ഇപ്പോൾ കീം അപ്ലൈ ചെയ്തിട്ടുണ്ടാകുക. ഇപ്പോൾ കീമിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി 7 വൈകുന്നേരം 5 മണി വരെ ആയിരുന്നു. അതായത് ഫെബ്രുവരി 6 വൈകുന്നേരം 5 മണി വരെ ആപ്ലിക്കേഷൻ ഡേറ്റും 7 മണി വരെ അതിന്റെ അപ്ലോഡിംഗ് ഡേറ്റും ഉണ്ടായിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. സോ കൃത്യമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ എഡിറ്റിംഗ് വിൻഡോ ഒക്കെ ഇനി അങ്ങോട്ട് അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുറിയിലേക്ക് എത്തും, നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കീമിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു വെക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്. അതിലൊന്നാമത്തേത്, കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ എന്താണ് ഓക്കെ ആണോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇനി എന്തായാലും എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ട് എങ്കിൽ നമുക്ക് പിന്നീട് മാത്രമാണ്. ഇപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാത്തവർക്ക് ഇനി അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഉണ്ടോ എന്ന് നമ്മുടെ സിഇ തന്നെ എന്താണ് ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ മാത്രമാണ് അത് പോസിബിൾ ആകുക. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യം, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണെങ്കിൽ ആ മേഖല, ഇപ്പോൾ ഫാർമസി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. അതായത് ഈ +2 എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഈ കീം എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അത് കഴിഞ്ഞ് റാങ്ക് വരാൻ നേരത്തെ എന്നെ റാങ്ക് കിട്ടും, എത്ര മാർക്ക് വേണം എന്നുള്ളതൊന്നുമല്ല. ഇപ്പോൾ തന്നെ ജസ്റ്റ് അരമണിക്കൂറിന്റെ കേസേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് കീം ആണെങ്കിൽ ഏതാണ് നിങ്ങളുടെ മേഖല, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അങ്ങനെ, ഫാർമസി ആണെങ്കിൽ അങ്ങനെ, ആർക്കിടെക്ചർ, ആ മേഖലയിൽ കഴിഞ്ഞ വർഷത്തെ അനാലിസിസ് കിട്ടും, കട്ട് ഓഫ് കിട്ടും. അതില്ല എങ്കിൽ അതിന്റെ അപ്ഡേറ്റ് ഞങ്ങൾ ലിങ്ക് ആയിട്ട് തരാൻ ശ്രമിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റി വഴി തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് ഇത്ര മാർക്കിന് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏത് റാങ്ക് വരെ കിട്ടിയിട്ടുണ്ട്, അതും ഏത് കോളേജിൽ. അപ്പോൾ നിങ്ങൾ ഏതിലാണ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏത് കോളേജിലാണ് ഇഷ്ടപ്പെട്ട ഒരു 5 കോളേജിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. തനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള, നിങ്ങൾ ഇനി എത്ര മാർക്ക് കുറവാണോ, +2 മാർക്ക് കുറവാണോ, അല്ലെങ്കിൽ പഠിക്കാത്ത അങ്ങനെയൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 കോളേജ് ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ തന്നെ തയ്യാറാക്കുക. ഈ കോളേജുകളിൽ പോയി കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിലെയും സെക്കൻഡ് അലോട്ട്മെന്റിലെയും കട്ട് ഓഫ് എത്രയായിരുന്നു, അതിനനുസരിച്ചുള്ള കീം സ്കോർ എത്രയായിരുന്നു എന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക. ഓക്കെ, പരിപാടി സിമ്പിൾ ആണ്. ഇനി ഈ കീം സ്കോർ എന്ന് പറയുന്നത് 300-ലാണ്. ഓക്കെ, 300-ലേക്ക് അല്ല എങ്കിൽ നിങ്ങൾ അതിനെ കൺവേർട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ +2വിന്റെ മാർക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് മാത്സിന്, ഫിസിക്സിന്, കെമിസ്ട്രിക്ക് എത്ര കിട്ടും, ഏകദേശം ഒരു കണക്ക് എഴുതി വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ ഇപ്പോഴത്തെ പഠന നിലവാരം, അതിന്റെ മാക്സിമം റേഞ്ച് തന്നെ എടുത്തോ. അതിനെയും ഞാൻ ഈ പറഞ്ഞ 5:3:2 എന്ന്, അതായത് 5 എന്ന് പറയുന്ന മാത്സ് ആണ്, 3 എന്ന് പറയുന്നത് ഫിസിക്സ്, മറ്റത് കെമിസ്ട്രി. അപ്പോൾ ആ രീതിയിൽ കൺവേർട്ട് ചെയ്ത് അതിനെയും 300-ലേക്ക് ആക്കി വെച്ചിട്ട് ടോട്ടൽ 600-നാണ്. അപ്പോൾ ഈ 300-ലുള്ള മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഏകദേശം ധാരണയുണ്ട് എങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ കീമിന് എത്ര സ്കോർ മേടിക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള 5 കോളേജുകളിൽ അടുത്ത വർഷം, അതായത് അടുത്ത അക്കാദമിക് ഇയർ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ +2വിന്റെ മാർക്ക് കൂടാതെ കീമിൽ എത്ര മാർക്ക് എഴുതിയെടുക്കണമെന്ന് നിങ്ങൾക്ക് ഏകദേശം ധാരണ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു റേഞ്ച് വെക്കുക. ഇത്ര മാർക്ക് മുതൽ ഇത്ര മാർക്കിനകത്ത് ഞാൻ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ +2വിൽ ഇങ്ങനെയും കൂടി സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യണം. വെറും അരമണിക്കൂറത്തെ കേസേ ഉള്ളൂ. ഇപ്പോഴേ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇപ്പോൾ കീമിന് എനിക്ക് 200 മാർക്കാണ് വേണ്ടത് ഞാൻ ഈ വിചാരിക്കുന്ന കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ എങ്കിൽ കീമിലാകെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, 150 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്, അങ്ങനെയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ചെയ്യണം, എത്ര ക്വസ്റ്റ്യൻ ശരിയാക്കണം, ഈ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇപ്പോഴും ക്ലിയർ അല്ല എങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് PDF വരുന്ന ദിവസങ്ങളിൽ, ഞാൻ ഇന്ന് ഉറപ്പ് പറയുന്നില്ല, വരുന്ന ദിവസങ്ങളിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. പരീക്ഷ, +2 പരീക്ഷയൊക്കെ ഒരു സൈഡിൽ കൂടി നടന്നോട്ടെ, തീർച്ചയായിട്ടും അതിൽ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. മോഡൽ എക്സാംസിനെല്ലാം ഫോക്കസ് ചെയ്യുക. ബട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതിപ്പോൾ തന്നെ ഒരു പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് കുറിച്ചിടുക. കാരണം അങ്ങോട്ട് നിങ്ങൾ കീം എക്സാം പോകുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ കരിയർ ഡിസൈഡ് ചെയ്യുന്ന, നിങ്ങളുടെ അഡ്മിഷൻസ് തീരുമാനിക്കുന്ന ഒരു ഡിസിഷനാണ്. അപ്പോൾ അതിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റ് വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. ബൈ.